പാമ്പുകടിയേറ്റു മരിച്ച് അടക്കപ്പെട്ട പലരും ജീവൻ വെച്ച് ശവപ്പറമ്പിൽ നിന്നും എഴുന്നേറ്റു വന്ന ആളുകളെ ഞെട്ടിച്ച കഥകൾ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണത് സംഭവിക്കുന്നത്? മരിച്ചവർ ജീവൻ വെച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതാണോ? അതോ അവർ മരിച്ചു എന്ന് നമ്മൾ തെറ്റായി ധരിച്ചതാണോ? ആളുകൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ നാം ഉപയോഗിക്കുന്ന രീതികൾ ഇന്നും പ്രാകൃതമാണോ? സാധാരണയായി ഉൾനാടുകളിലും വനപ്രദേശങ്ങളിലും മറ്റും താമസിക്കുന്നവർക്കാണ് കൂടുതലായി പാമ്പുകടി ഏൽക്കുന്നത്. അവിടെയാണെങ്കിൽ റോഡുകളും വാഹനസൗകര്യവും ആശുപത്രികളുമെല്ലാം വളരെ പരിമിതമായിരിക്കും. അതിനാൽ തന്നെ ആ നാട്ടുകാർ രോഗിയെ വേഗം തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യന്റെ അടുത്തേക്കായിരിക്കും വഹിച്ചു കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും ആ വൈദ്യനായിരിക്കും. വണ്ടിയും വള്ളവും പിടിച്ച് ദൂരെയുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും നേരം കുറെ വൈകിയിരിക്കും. അപ്പോഴേക്കും രോഗിയുടെ ശരീരം ചലനമറ്റിരിക്കും. ആശുപത്രിയിലെത്തിയ രോഗിയുടെ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ രോഗിയുടെ ഹാർട്ടും പൾസുമൊക്കെ നിലച്ചിരിക്കുന്നതായി ഡോക്ടർ മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ ഡോക്ടർ ബന്ധുമിത്രാദികളെ അടുത്തു വിളിക്കും. എന്നിട്ടു പറയും, സോറി, വൈകിപ്പോയി, കുറെ കൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. ഇനി അഡ്മിറ്റ് ആക്കിയിട്ടു കാര്യമൊന്നുമില്ല. ചടങ്ങാണ്. ബില്ല് വേറെയും വരും. കൊണ്ടുപോയി കൊള്ളുക. രോഗി മരിച്ചു കഴിഞ്ഞു. രോഗിയുടെ മരണം ഡോക്ടർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അവിടെ നിന്നു സമയം പാഴാക്കിയിട്ടു കാര്യമില്ലെന്ന് ബന്ധുക്കൾ തീരുമാനിക്കും. കുറച്ചുകൂടി നേരത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖഭാരവും പേറി ബന്ധുമിത്രാദികൾ പ്രിയ വ്യക്തിയുടെ ശവശരീരവുമായി വീട്ടിലേക്ക് മടങ്ങുന്നു. തുടർന്ന് മരണാനന്തര ചടങ്ങുകൾ നടത്തി ശവം മറവു ചെയ്യുന്നു. ഇക്കാലത്തു പോലും പാമ്പുകടിയേറ്റ രോഗികൾക്കു സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ പാമ്പുകടി ഏറ്റ ഒരാളുടെ ഹാർട്ടും പൾസും നിന്നതുകൊണ്ട് മാത്രം അയാൾ മരിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ വൈദ്യശാസ്ത്രം എന്താണ് പറയുന്നത്? സാധാരണ സാഹചര്യങ്ങളിൽ ഹൃദയം പമ്പ് ചെയ്യുന്നത് നിലയ്ക്കുമ്പോൾ ഒരാളെ മരിച്ചതായി പ്രഖ്യാപിക്കുമെങ്കിലും വൈദ്യശാസ്ത്ര ഭാഷയിൽ ശരീരത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായ തലച്ചോർ മരിക്കുന്നതുവരെ ആ വ്യക്തി മരിക്കുന്നില്ല. ആ വ്യക്തി മരിച്ചിട്ടില്ലെങ്കിലും ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായിരിക്കും. സാധാരണ നിലയിൽ ഹൃദയം പമ്പ് ചെയ്യുന്നത് നിലയ്ക്കുമ്പോൾ തലച്ചോറിന് ഓക്സിജൻ ലഭിക്കാതെ വരികയും തൽഫലമായി 20 സെക്കൻഡിനുള്ളിൽ ഒരാൾ മരിക്കുകയും ചെയ്യുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ പാമ്പുകടിയേറ്റാൽ അയാളുടെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. പാമ്പുകടിയേറ്റാൽ വിഷം നാഡികളുടെ അഗ്രഭാഗങ്ങൾ അടച്ചുകളയുന്നതിനാൽ തലച്ചോറിന്റെ ബാഹ്യബന്ധങ്ങളെല്ലാം അതോടെ വിച്ഛേദിക്കപ്പെടുന്നു. ബാഹ്യബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടതിനാൽ ഉടൻ തന്നെ തലച്ചോർ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഷട്ട് ഓഫ് ചെയ്ത് ഗാഢമായ ഒരു ഉറക്കത്തിന് സ്വയം വിധേയമാകുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ 2 ദിവസമോ അതിൽ കൂടുതൽ സമയമോ കോമയിൽ തുടർന്നേക്കാമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. അപ്പോൾ തലച്ചോറിന്റെ പ്രതികരണ സംവിധാനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കും. ഇത് ഹൃദയത്തെയും മറ്റ് അവയവങ്ങളെയും സ്തംഭിപ്പിക്കുന്നു. വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കാതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാറില്ല. എന്നാൽ ഇന്ത്യ അടക്കമുള്ള അവികസിത രാജ്യങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സമയവും പണവും പാഴാക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇവിടങ്ങളിൽ ആളുകൾ കാണുന്നത്. ഹൃദയം സ്തംഭിച്ചാൽ ഉടൻ തന്നെ രോഗി മരിച്ചതായി ഡോക്ടർമാർ വിധിയെഴുതുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴും പാമ്പുകടിയേറ്റ ഒരാളുടെ മസ്തിഷ്കം മരിച്ചിട്ടുണ്ടാവില്ല. അക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകളൊന്നും നടത്താൻ ആരും മെനക്കെടാറില്ല. തൽഫലമായി ആളുകൾ ജീവനോടെ കുഴിച്ചുമൂടപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മരിച്ച വ്യക്തിയുടെ ശവസംസ്കാരമെല്ലാം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ ശവപ്പറമ്പിൽ മണ്ണിട്ടു മൂടിയ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും ഒരു ആർത്തനാദം ഉയർന്നേക്കാം. എന്നാൽ ഒരാൾ പോലും ആ നേർത്ത ശബ്ദം കേൾക്കാൻ ഇടയില്ല. ക്രമേണ ആ ദയനീയ ശബ്ദം നേർത്ത് ഇല്ലാതായേക്കാം. മണ്ണിനടിയിൽ ശവപ്പെട്ടിക്കുള്ളിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ആ നിർഭാഗ്യവാനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാൻ ഇടയില്ല. കാരണം അവരുടെ എല്ലാം മനസ്സിൽ അയാൾ നേരത്തെ തന്നെ മരിച്ചുകഴിഞ്ഞ വെറും ഒരു പരേതൻ മാത്രമാണ്. പരമദയനീയമായ ഇത്തരമൊരവസ്ഥ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. Thank you for watching. Stay tuned for the next episode. Goodbye.